കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയൊരു ഷോർട്സാണ് ഇത്. ഈ ഷോർട്സ് ഒന്ന് കണ്ടു നോക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് മുസ്ലിങ്ങളെ പറ്റി. അതായത് എല്ലാവരും പറയും, അതായത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ കൂറ് അവരുടെ മതത്തിലുള്ള ആൾക്കാരോടാണ്, അല്ലാതെ മറ്റു മതങ്ങളോടൊന്നും അവർക്ക് ഭയങ്കര വൈരാഗ്യമാണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ വേൾഡ് കപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതായത് ഈജിപ്ത് വേഴ്സസ് അർജന്റീന. ഈജിപ്ത് എന്ന് പറഞ്ഞ ഒരു മുസ്ലിം രാജ്യമാണ്. പക്ഷെ കുറേ മുസ്ലിം അർജന്റീന ഫാൻസ് ഉണ്ട്. അവരൊരിക്കലും, അതായത് മുസ്ലിങ്ങളായതുകൊണ്ട് അതായത് പെട്ടെന്ന് അതായത് എതിരെ നിൽക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർ അർജന്റീനയുടെ ഒപ്പരമാണ് നിൽക്കുന്നത്. അതായത് അർജന്റീന ഒരു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം ഏകദേശം ഒരു ക്രിസ്ത്യൻ ടീമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ടീം എന്നല്ല, അതിൽ മിക്ക പ്ലേയേഴ്സും ക്രിസ്ത്യൻസാണ്. അതേപോലെ ഓക്കെ, അതായത് അവരങ്ങനെ മതത്തിന്റെ ഒപ്പരം പോകുന്ന ടീമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം കണ്ടാൽ തന്നെ, അതായത് ഫുട്ബോളിന്റെ ഒരു കാര്യം കണ്ടാൽ. അതായത് ഇതേപോലെ നമ്മൾ കുറെ കാര്യങ്ങൾ എല്ലാവരും അതായത് ചിലപ്പോൾ ഇവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യാസമുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഫുട്ബോളിന്റെ കാര്യം തന്നെ കണ്ടപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാൻ പറ്റും. അതായത് പെട്ടെന്ന് ഈജിപ്തിന്റെ ഒപ്പം എല്ലാവരും അങ്ങനെ പോകുന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? അതായത് ഈജിപ്ത് ഇങ്ങനെയാണ് ഇങ്ങനെ, അതാണ് എൻ്റെ സംഭവം. അതായത് എല്ലാവരും അങ്ങനെയല്ല. അതായത് ചുമ്മാ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വിടും, ഏകദേശം പറഞ്ഞു വിടുന്നതാണ് എനിക്ക് തോന്നി കേട്ടോ. അതായത് ഈ ഷോർട്സിൽ ഞാൻ പറയുന്നത്, അതായത് അർജന്റീന ഫാൻസിനെ കുറിച്ച്, അതായത് അർജന്റീനയിൽ, അതായത് ആ ഒരു സംഭവം നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ ഈ ദിവസം ഇന്ന് ഒരു വേറൊരു ചെങ്ങായി വന്നിട്ടിരുന്ന്, അതായത് പറയുന്ന കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവമാണ് നടക്കാൻ പോകുന്നത് ഇവിടെ. മുഹമ്മദ് സലാഹിന്റെ ഈജിപ്തിനെതിരെ 2 ഗോള് പിറകിൽ പോയതിനു ശേഷമാണ് 3 ഗോള് തിരിച്ചടിച്ച് മെസ്സിയും അർജന്റീനയും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. നിങ്ങൾ മെസ്സിയുടെ കളി കണ്ടോളി, മെസ്സിയുടെ മാജിക്കൽ മൊമെന്റ്സ് കണ്ടോളി. പക്ഷേ അർജന്റീന എന്ന രാജ്യത്തെ അമിതാവേശത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട കായിക സ്നേഹികളോടാണ് പറയാനുള്ളത്. ഇന്നലെ ഗ്രൗണ്ടിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചെങ്കിലും ഗാലറിക്ക് പുറത്തും ഗാലറിക്ക് അകത്തുമായിട്ട് ഒരുപാട് അനിഷ്ട സ്വഭാവങ്ങൾ അർജന്റീനിയൻ ഭാഗത്ത് നിന്നുണ്ടായി. ഇന്നലെ ഈജിപ്ഷ്യൻ കോച്ച് ഹുസൈൻ ഹസനെതിരെ അർജന്റീനിയൻ ആരാധകരുടെ ഭാഗത്ത് നിന്ന് ഗാലറിയിൽ ഒരു പതാക കളിയിലുടനീളം പാറി കളിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുടേതുമല്ല, ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുപോലെ വിളിച്ചു കൊണ്ടിരിക്കുന്ന, നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന നെറികെട്ട രാജ്യത്തിന്റെ പതാകയായിരുന്നു. അതും കളിയും തമ്മിൽ എന്ത് എന്തിനാണ് ഈ ഒരു അർജന്റീനയുടെ കളിയിൽ ഈ ഒരു സംഭവം എന്തിനാ കുത്തി ഇറക്കുന്നത്? അത് ഓക്കെ, അങ്ങനെ നടന്നു. അപ്പൊ പുള്ളി പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. ചോദിക്കുന്നവരോട് 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഫലസ്തീനിലൊരു ഗോൾ കീപ്പർ, ഫലസ്തീൻ രാജ്യാന്തര ടീമിന്റെ ഗോൾ കീപ്പർ കൊല്ലപ്പെടുന്നത്. ഈ കളിയെല്ലാം അവസാനിപ്പിച്ച് അങ്ങ് വിട പറഞ്ഞതല്ല, ഇസ്രായേലിൽ കൊന്നു. ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന, അല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും കളിപ്പാട്ട്. പക്ഷെ ഇത് ഈ ഗെയിമുമായിട്ട് എന്തിനാ കണക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അതായത് ഓക്കെ, ഒരു പതാക കാണിച്ചു, അതേപോലെ സെയിം ആയിട്ട് ഓക്കെ, അതായത് ഓരോരുത്തർക്കും അത് ഒരു രാജ്യത്തിനെ വെച്ച് പറയണ്ട, അവരുടെ സ്റ്റാൻഡ് കാണിച്ചു. ഓക്കെ, അത് നമ്മുടെ രാജ്യത്തിനെ പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ചങ്ങായി വന്നിട്ട്, അതായത് അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഉണ്ടെന്ന് വരണോ, അതായത് ഒരു ടെററിസ്റ്റ് ഉണ്ടെന്ന് കരുതിക്കോ, അപ്പോൾ നിങ്ങളുടെ മതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലോ ഉണ്ടെന്ന് കരുതിക്കോ, അപ്പോൾ ആ മതത്തിൽ എല്ലാവരും ടെററിസ്റ്റാന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന നെറികെട്ട രാജ്യത്തിനെ പിന്തുണച്ച 10 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് അർജന്റീന. എൻ്റെ പോനെ, അത് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം നമ്മുടെ ഇന്ത്യ അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ മോദി എന്നാ കാണിച്ചത്, അതായത് സപ്പോർട്ട് ചെയ്യുന്നു, അതായത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇന്ത്യയെ ജീവിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഇന്ത്യനെ ഇപ്പോൾ ഇത് പറയൂ, അതായത് ഈ സെയിം വൈബാണ്. അപ്പോൾ നമ്മൾ ഇത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യനെ തള്ളി പറയേണ്ടി വരും. അതായത് ഇന്ത്യ ചെയ്യുന്ന ഓക്കെ, അപ്പോൾ ഇന്ത്യ ഒരു ഈ അർജന്റീന പോലത്തെ രാജ്യമാണോ, അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന? അപ്പോൾ അല്ലേ അതൊരു സംഭവം. നിങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അതായത് ഓക്കെ, നമ്മുടെ നാട്ടിൽ പല ഐഡിയോളജീസ് ഫോളോ ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് ഉണ്ടെന്ന്, അത് അയാളുടെ ഇൻഡിവിജ്വൽ, അല്ലാതെ ഒരു രാജ്യത്തിനെ പറയുന്നതുകൊണ്ട് അത് ചുമ്മാ, അതായത് ചിലപ്പോൾ നിങ്ങളൊരു ബ്രസീൽ ഫാൻ ആയിരിക്കാം, അപ്പോൾ നിങ്ങൾ ഹെയ്റ്റ് ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പോർച്ചുഗൽ ഫാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ജർമ്മനിയോ അല്ലെങ്കിൽ നെതർലാൻഡ്സോ അല്ലെങ്കിൽ ഫ്രാൻസ് ഫാൻ ആയിരിക്കാം, അതെനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു ഹെയ്റ്റ്, അർജന്റീന എന്ന് പറയുന്ന സംഭവത്തിനോട് ഹെയ്റ്റ്. ഞാൻ അർജന്റീന ഫാൻ അങ്ങനെ അല്ലെങ്കിലും ഓക്കെ, എനിക്ക് മെസ്സിനെ ഇഷ്ടമാണ്, ക്രിസ്ത്യാനോട് ഇഷ്ടമാണ്. പക്ഷേ മെസ്സി ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ബയസ്ഡാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഇങ്ങനെ കുത്തി ഇറക്കുന്നത്? പറഞ്ഞാൽ ഇത് ഒരു മതവിശ്വാസം കാണുവാണെങ്കിൽ ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ എന്നൊക്കെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ കണ്ടോ, അർജന്റീന എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ കുറേ കമൻറ്റ് കാണാൻ പറ്റും.
100% കറക്റ്റാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആൾ ചിലപ്പോൾ എനിക്കറിയില്ല അവർ ഏത് ടീം ഫോളോ ചെയ്യുന്നതാണോ, അതിന് കളി കാണാത്തവരാണോ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ പറയുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? ഫുട്ബോൾ എന്നുള്ള അതിമനോഹരമായ ആ ഒരു കലയിലെ ഒരു മജീഷ്യൻ തന്നെയാണ് മെസ്സി. അദ്ദേഹത്തിന്റെ കളി നിങ്ങൾ കണ്ടോളി, ആസ്വദിച്ചോളി. പക്ഷേ അർജന്റീന എന്നുള്ള ആ രാജ്യത്തെ അമിതാവേശത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു പോകരുത്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സ്വന്തം കുഞ്ഞനിയനെ, കുഞ്ഞു പെങ്ങളെ ഒരാൾ വന്ന് ഒരു കാരണവും ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയെ നിങ്ങൾ വെറുക്കുവോ? അതൊരു ന്യായവും ഇല്ലാതെ മർദ്ദിച്ച് കൊന്നാൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? അതുപോലെ ഒരുപാട് യത്തീമക്കൾ, ഒരുപാട് അനാഥരായ കുഞ്ഞുമക്കൾ, ഉമ്മയും ഉപ്പയും കുടുംബവും എല്ലാം. റിയാലിറ്റിയാണ്, ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അതെന്ന് വെച്ചിട്ട് അത് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആകരുത്, മനസ്സിലായില്ല? അത് ഒരു ഇൻഡിവിജ്വലിന്റെ അതായത് ഒരു രാജ്യം മൊത്തം ഇങ്ങനെയാണ് പറയുന്നതെന്ന്. ഇത് മാത്രമല്ല, ഇത് ഈ ഒരു സെയിം രീതി ഉപയോഗിച്ചിട്ട് കുറേ ആൾക്കാർ മെത്തഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു ഐഡിയോളജീസ് പുഷ് ചെയ്യാൻ വേണ്ടി ഒരാൾ ചെയ്തു വെച്ചിട്ട് അത് മൊത്തം അങ്ങനെയാന്ന് പറയരുത്. കാരണം അതുകൊണ്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടു അപ്പൊ അത് നിങ്ങൾ മൊത്തം ടെററിസ്റ്റാന്ന് പറയും പോലെ ആവുമല്ലോ അത്. ഓക്കെ, ഓരോ ദിവസവും തള്ളി നീക്കുന്ന ആ ഒരു മുഖങ്ങള് 2025 നവംബർ മാസത്തിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന് എൻ്റെ ഫലസ്തീനിലേക്കുള്ള യാത്രയിൽ ഞാൻ ഒരു സഹായവുമായിട്ടാണ്. ഫലസ്തീനെ മാത്രം സഹായിച്ചു എന്നല്ല പറയുന്നത്, ഫലസ്തീനെ സഹായിച്ചു, സുഡാനെയും സഹായിച്ചു. ഒരു മനുഷ്യൻ ഹാസ് എ ഹ്യൂമൺ എന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് ഈജിപ്തിൽ താമസിക്കുന്ന ഒരുപാട് മലയാളികളുടെ പിന്തുണ കിട്ടിയിരുന്നു. അവരെന്നെ ആ നേരത്ത് സഹായിച്ചിരുന്നു. ഇന്നലെ കളത്തിന് പുറത്തും ഗ്രൗണ്ടിന് പുറത്തും ഒരുപാട് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അമേരിക്കയുടെ ട്രംപിന്റെ ചുണക്കുട്ടികളായ പോലീസുമാര് ഈജിപ്ഷ്യൻ കളി കാണാൻ വന്ന ആരാധകരുടെ കയ്യിൽ ഫലസ്തീന് പതാക കണ്ടതിന്റെ പേരിൽ മർദ്ദിച്ചു. അതുകൊണ്ട് നിങ്ങൾ കളി കണ്ടോണി, കളിയൊക്കെ ആസ്വദിച്ചോളി. പക്ഷെ ആ രാജ്യത്ത്, അർജന്റീന എന്നുള്ള ആ രാജ്യത്ത് അമിതാവേശത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പോകരുത്. ഇൻഷാ അല്ലാ ഒരു ദിവസം. ഇതെന്താടാ ഇത്? അതായത് ഇപ്പൊ പോലീസുകാർ പിടിച്ചോണ്ട് പോയി. എനിക്കറിയില്ല എന്താ കാരണം, ഇതിന്റെ പുറകിലുള്ള ഒന്നും വ്യക്തമായിട്ട് ഇയാൾ പറഞ്ഞില്ല. പക്ഷെ സിമ്പിളായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് അർജന്റീന നമ്മൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്ത്യനെ വെറുക്കുന്ന പോലെയൊക്കെ ആയിരിക്കാം. കാരണം എനിക്കങ്ങനെ മനസ്സിലാകുന്നു. കാരണം ഇന്ത്യയിലെ പ്രധാനമന്ത്രി പോയി കെട്ടിപ്പിടിക്കുന്നു, ഇന്ത്യ സംഭവമാണ്. അതായത് ഇന്ത്യയിലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേപോലെ ഇവിടെ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ. അത് കാര്യമില്ല. എത്ര പേര് ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ബോക്സിൽ ചിലപ്പോൾ കമന്റ് ബോക്സിൽ ഇല്ല, കണ്ടിട്ടില്ല, ഒരു ഇസ്രായേലിന്റെ പതാക ഇടുന്നവരുണ്ടാവുമായിരിക്കും, മലയാളികൾ തന്നെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം പിഞ്ചു കുഞ്ഞുങ്ങളെ ഇത് സപ്പോർട്ട് കൊല്ലുന്ന ഒരു ഇതാന്ന് പറയരുത്. ഇതൊരു സംഭവമാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു വ്യക്തമായ ഒരു പ്രതികരണമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കൂ, ലൈക്ക് ചെയ്യണം, പ്ലീസ്. ഇന്നത്തെ വീഡിയോയുടെ സ്പോൺസർ ഈ 20 രൂപ. ഇത് 2014 ഇറങ്ങി 20 രൂപ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൂല്യം കൂടുതല. കാരണം അന്നത്തെ 20 രൂപ അല്ല ഇന്നത്തെ 20 രൂപ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ 20 രൂപ നിങ്ങൾക്ക് മേടിക്കാൻ വെറും 20 രൂപ ഓഫറാണ്, മെയിൻ ഓഫറാണ്. കാരണം അന്നത്തെ മൂല്യം അത് കമ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ വെറും ഇത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.